ഇതാണ് ജോസഫ് ഡ്രീംസിന്റെ ബാക്കി. ഡ്രീം കം ട്രൂ നിൽക്കാൻ Dreams come true. നമ്മൾക്ക് ഇത് വായിക്കണം. Joseph served Potiphar well. Potiphar's wife wanted Joseph to sin against God. Joseph refused. So she lied about him. ഇപ്പം ഫസ്റ്റ് Joseph served Potiphar well. Wanted Joseph to. Joseph refused. So she lied about him. Potiphar believed her, and Joseph was thrown into prison. ഇപ്പം നമ്മളുടെ ഫസ്റ്റ് സീനാണ് ഇങ്ങനെ സോറി അയ്യോ Joseph served Potiphar well. ഇത് മൈൻഡ് ഉണ്ട്. ഓക്കെ അപ്പൊ ഇപ്പം ഈ ജോസഫ് പ്രിസണിൽ പോവാ. പിന്നെ ഈ പോട്ടിഫറിന്റെ വൈഫാ. അപ്പോൾ ഇങ്ങനെ കള്ളം പറഞ്ഞ് ഇങ്ങനെ ജോസഫ് നമ്മളുടെ ഗോഡിന്റെ സിൻ ചെയ്തു അങ്ങനെ. പിന്നെ ഇലൈജ അല്ല സോറി ജോസഫ് റിഫ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ 44 വൈഫ് അല്ലേ അഗൈൻ ലൈക്ക് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഈ 45 ബിലീവ് ചെയ്ത് പിന്നെ പ്രിസണിൽ പോയി. നെക്സ്റ്റ് 3 പറയും. In prison, Joseph met 2 of Pharaoh's servants. They each had dreams, and God showed Joseph their meaning. അപ്പോൾ ജോസഫ് പ്രിസണിൽ പോയപ്പോൾ ഈ 2 പ്രിസണേഴ്സിനെ കണ്ടു. അപ്പോൾ ആ പ്രിസണേഴ്സ് ഒരു ഡ്രീം ഉണ്ടതാ. സോ ലൈക്ക് ഡ്രീംസ് കണ്ടിട്ട് ജോസഫ് അവരുടെ ഡ്രീംസ് ഒക്കെ സോൾവ് ചെയ്തു. ഫ്യൂച്ചറിന് ഇതൊക്കെ ഉണ്ടാവും. ഇന്റർപ്രറ്റ് ചെയ്തു. ഇങ്ങനെ കാണാൻ പറ്റും. മനസ്സിലായി നമ്മളൊക്കെ ഇത് കബേര. പിന്നെ ഇത് ബേക്കറ ബിക്കോസ് ഇവിടെ കബേരയുടെ ഇത് ഷോൾ ഉണ്ട്. പിന്നെ ബേക്കർ ഇങ്ങനെ ബ്രൗൺ അല്ലേ. നെക്സ്റ്റ് ഞാൻ പറയും. 2 years later, Pharaoh had 2 troubling dreams. The cupbearer remembered. അപ്പോ how to say years in Malayalam? How to say year in Malayalam? Year. വർഷം. 2 വർഷം കഴിഞ്ഞിട്ട് ഈ ഫാരോന് 2 ട്രബിളിങ് ഡ്രീംസ് ഉണ്ടതാ. അതാണ് പിന്നെ ആ കബ്ബേര എന്തെങ്കിലും തരാണ്. അന്നേരം ഫാരോ പറഞ്ഞു കബ്ബേരന്ന്. പിന്നെ ഞാൻ കപ്പ് പറയാം. കപ്പ് മാൻ അല്ലേ. ആ മാൻ പറഞ്ഞത് ജോസഫ് എന്താ ചെയ്ത് മാനിന്. അത് കഴിഞ്ഞിട്ട് സോ ഫാരോ സെഡ് ഫോർ ജോസഫ് ആൻഡ് ടോൾഡ് ഹിം ഹിസ് ഡ്രീംസ്. ഫാരോ സ്വപ്നം കണ്ടപ്പോൾ ഈ കപ്ബേരർ പ്രിസണിൽ നടന്ന സംഭവം ഫാറോയോട് പറഞ്ഞു അല്ലേ. അവിടെ ഒരാള് എല്ലാം ഇന്റർപ്രറ്റ് ചെയ്ത് തരും. അങ്ങനെ ജോസഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ. The meaning of Pharaoh's dreams. For 7 years a lot of food will grow, said Joseph. So store up food because 7 years of famine will follow. അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഗോഡ് ഷോ. അപ്പോൾ ഇവർക്ക് ഒരു ഡ്രീംസ് ഉണ്ട്, 2 ഡ്രീംസ്. അപ്പോൾ ജോസഫ് വന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ ഡ്രീംസിൻ്റെ മീനിങ്. അപ്പോൾ ആ ഡ്രീമിനകത്ത് വന്നത് 7 കൗസ് വലിയ ഹെൽത്തി ഉള്ള കൗസാ. പിന്നെ അതർ 7 കൗസ് ഒത്തിരി ലീനായിട്ട് ഹെൽത്തി അല്ല, അങ്ങനെ എന്തോ. അപ്പോൾ അതാ പറയണ. പിന്നെ ഇവിടെ പറഞ്ഞത് ജോസഫ് പറഞ്ഞു ഇത് മത്ലബ് so for 7 years a lot of food will grow, so store up the food because 7 years of famine will follow. Famine Storing up all. അപ്പൊ ഇപ്പം ഇവിടെ എഴുതി ഇങ്ങനെ ഫാരോന് ഇഷ്ടപ്പെട്ട ജോസഫിന്റെ വിസ്ഡംന ബുദ്ധിമാനല്ലേ. ബിക്കോസ് ഗോഡ് തന്നെ ഇങ്ങനെ ബുദ്ധി. സോ ഹി പുട്ട്
Joseph in charge of stirring up all the food. ഇങ്ങനെ for ഞാൻ എക്സാമ്പിൾ വെക്കാം, ചോറ്. ഓക്കെ, എക്സാമ്പിളാ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോറ് ഇന്ന് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഈ ഫാമിനിൽ നമ്മൾക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഇവിടെ എടുത്ത് അപ്പാർട്ട് ഫ്രം ഫയറോ നോ വൺ ഇൻ ഈജിപ്റ്റ് വാസ് മോർ പവർഫുൾ ദാൻ ജോസഫ്. ഇങ്ങനെ എക്സെപ്റ്റ് ഫോർ ജോസഫ്, ആരെങ്കിലും ഇത്ര പവർഫുൾ അല്ല ദാൻ മോർ ദാൻ ജോസഫ്. അപ്പോൾ he put Joseph in charge of food, storing up all the food. പിന്നെ അത്രേ ഉള്ളൂ ഇവിടെ. ആ സ്റ്റോറി തീർന്നോ? അല്ല, Joseph's brothers went to Egypt to buy food. They bowed before Joseph, but did not recognize him. When he saw that they had changed, he told them who he was. അപ്പോൾ അവർ പറയണ ഇവിടെ ബ്രദേഴ്സ്, ജോസഫിൻ്റെ ബ്രദേഴ്സ് വന്നു. ഈജിപ്തിൽ കഴിക്കാൻ വേണ്ടി എന്താ ഫുഡ് വേണമല്ലോ, ഫുഡ് ഗ്രെയിൻ ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി. ആർക്കറിയാം ഈജിപ്തിലാ ഒത്തിരി ഫുഡ് ഗ്രെയിൻ കിട്ടണേ. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ നോക്കാം. What did Pharaoh put Joseph in charge of? അപ്പോൾ ഇപ്പം പറഞ്ഞ പോലെ ജോസഫിന് മനസ്സിലായി, ഫാമിനായി. അപ്പോൾ ഫുഡ് നെക്സ്റ്റ് ഇവിടെ നോക്കാം. Brothers were I think terrified. we missed John. Joseph's brothers to him, but God brought good out of it. True or false? അത് ശരിയാ? ക്വസ്റ്റ്യൻ ശരിയാ.